വയനാട്ടിലെ കാടിനുള്ളിൽ ഒരു സ്വയംഭൂവായ ശിവലിംഗമുണ്ടെന്നും ആ ശിവലിംഗത്തിന് കാട്ടിലൂടെ ഒഴുകിവരുന്ന അരുവി എല്ലായ്പ്പോഴും ജലാഭിഷേകം ചെയ്യുന്നതുമായ ഒരു ക്ഷേത്രമുണ്ട് എന്നും സുഹൃത്തും വാദ്യകലാകാരനുമായ കൃഷ്ണദാസ് കല്ലാട്ട് പറഞ്ഞപ്പോഴേ തീരുമാനിച്ചതായിരുന്നു ആ പുണ്യസ്ഥലം ഒന്ന് സന്ദർശിക്കണമെന്ന്. അതിനുള്ള ഭാഗ്യം ഇക്കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത്. അതെ, കാടിനുള്ളിലെ ഒരു കൊച്ചു ക്ഷേത്രം, എവിടെ നിന്നോ ഒഴുകി വരുന്ന ഒരിക്കലും വറ്റാത്ത ഒരു കൊച്ചരുവി, സ്വയംഭൂവായ ശിവലിംഗത്തിനുമേൽ സദാസമയവും ധാര പോലെ വീണുകൊണ്ടേയിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ പേര് ശ്രീ മാനികാവ് സ്വയംഭൂ മഹാശിവക്ഷേത്രം. മഹാമുനിമാർ തപസ്സനുഷ്ഠിച്ചതുകൊണ്ടാണത്രേ മാനികാവ് എന്ന പേര് വന്നത്. ഭഗവാൻ ശ്രീ പരമേശ്വരൻ ധ്യാനത്തിലിരിക്കുന്ന സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഭഗവാൻ ധ്യാനത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ബഹളങ്ങൾ പാടില്ല, ഉത്സവങ്ങളും പാടില്ല. മഹാശിവരാത്രി ദിവസം നടക്കുന്ന മഹാമൃത്യുഞ്ജയ പൂജയാണ് ആകെയുള്ള ഉത്സവം. ഉച്ചപൂജ കഴിഞ്ഞാൽ പിന്നെ പൂജയോ ദർശനമോ പാടില്ല. എന്നും രാവിലെ മാത്രമേ ക്ഷേത്രദർശനം ഉള്ളൂ എന്ന് സാരം. ഭഗവാന് ഏറ്റവും ഇഷ്ടം അഭിഷേകവും സംഗീതവുമാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും പ്രശസ്തരായ ഗായകരും കലാകാരന്മാരുമൊക്കെ ഇവിടെ വന്ന് പാടാറുണ്ട്. ശാന്തതയാണ് ഈ ക്ഷേത്രത്തിന്റെ ഭാവം. അധികം ബഹളങ്ങളില്ലാതെ ആർക്കും വന്ന് പാടാം. ധ്യാനനിമഗ്നനായിരിക്കുന്ന ഭഗവാന് സംഗീതാർച്ചന നടത്താം. പാല്, എണ്ണ, ഇളനീർ തുടങ്ങിയ അഭിഷേകങ്ങൾ നടത്താം. ഭഗവാന് ഇവിടെ മേൽക്കൂരയില്ല. ക്ഷേത്രമായിട്ടുണ്ട് എങ്കിലും ശിവലിംഗത്തിന്റെ മുകളിൽ മേൽക്കൂരയില്ല. 36ഓളം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കാടിന്റെ ഉള്ളിൽ നിന്നും ഒഴുകി വരുന്ന അരുവി, ആ അരുവിയെ ഗംഗാമാതാവ് എന്നല്ലാതെ മറ്റെന്തുമായാണ് സങ്കല്പിക്കാൻ പറ്റുക? അങ്ങനെ വരുന്ന ആ ഗംഗാദേവി എന്നും സ്വയംഭൂവായ ശിവലിംഗത്തെ ധാര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കൊടിയ വരൾച്ചയിൽ പോലും ഈ ധാരയ്ക്ക് മുറിവുണ്ടായിട്ടില്ല. അങ്ങനെ ഒഴുകി വരുന്ന ജലം തീർത്ഥമായി ക്ഷേത്രത്തിന്റെ ചുറ്റും കാണാം. ഒരുപാട് ദൂരത്തുള്ള സ്ഥലങ്ങളിൽ പോലും കൃഷിക്ക് ഈ തീർത്ഥം സഹായകമാകുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലൊന്നും ജലക്ഷാമം ഇല്ല എന്നതും എല്ലാവരുടെയും അനുഭവമാണ്. ക്ഷേത്രത്തിന്റെ ഈശാന കോണിൽ മതിലിനു പുറത്തായി കാവ് കാണാം, സർപ്പക്കാവ്. അതുകൊണ്ടായിരിക്കാം ഈ പ്രദേശത്തിന്റെ പേരിൽ കാവ് എന്നുകൂടി വന്നത്. നാഗപ്രതിഷ്ഠ കൂടാതെ ഗണപതി, ബാലഭാവത്തിലുള്ള അയ്യപ്പൻ, വിഷ്ണു ഭഗവാൻ, സുബ്രഹ്മണ്യൻ, പരമേശ്വരന്റെ ജടയിൽ നിന്നും ഉദ്ഭവിച്ച ഉഗ്രമൂർത്തിയായ തലച്ചി, പൂതാടി ദൈവം, ആര്യവില്ലി, ഭദ്ര, ദുർഗ, ഗുളികൻ എന്നീ സങ്കല്പങ്ങളും ഇവിടെയുണ്ട്. മാനികാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉപക്ഷേത്രങ്ങളുമായി ഈ കാവിലെ ഉപദേവതകൾക്ക് ബന്ധമുണ്ടത്രേ. സാധാരണ ഗുളിക സങ്കല്പങ്ങൾ കാഞ്ഞിര മരത്തിന്റെ ചുവട്ടിലാണ് കാണാറ്. എന്നാൽ ഇവിടെ അത് മാവിൻ ചുവട്ടിലാണ്. ഈ മരച്ചുവട്ടിൽ മറ്റൊരു സിദ്ധസമാധി കൂടിയുണ്ടെന്നും ആ സങ്കല്പത്തിന് ഏറ്റവും പ്രിയം മാമ്പഴമാണ് എന്നതും മറ്റൊരു പ്രത്യേകത. പടിഞ്ഞാറോട്ടാണ് ക്ഷേത്രദർശനം എന്നതും അപൂർവമായിട്ടുള്ള പ്രതിഷ്ഠയാണ്. ശിവരാത്രി ഒഴിച്ചുള്ള മറ്റു ദിവസങ്ങളിലൊക്കെ ഉച്ചവരെയേ ദർശനവും പൂജകളുമുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഭൂതഗണങ്ങളാണ് പൂജ ചെയ്യുക എന്നതാണ് വിശ്വാസം. കേദാർനാഥ ക്ഷേത്രത്തിലും ഇങ്ങനെയൊരു സങ്കല്പമുണ്ട്. 6 മാസം ഭൂതഗണങ്ങളാണ് അവിടെ പൂജ ചെയ്യുക എന്നതാണ് വിശ്വാസം. ക്ഷേത്ര ശ്രീകോവിലിന്റെ മുന്നിൽ തന്നെ ഒരു കുളം എന്നതും അപൂർവമാണ്. മുൻകാലങ്ങളിൽ ഈ കുളം ഉണ്ടായിരുന്നില്ലത്രേ. ദേവവിധിയാൽ തെളിഞ്ഞതിനാലാണ് ക്ഷേത്രകുളം ഉണ്ടാക്കിയതും സംരക്ഷിക്കുന്നതും. ഉഗ്രമൂർത്തിയായ സങ്കല്പത്തിന് ശാന്തത വരുത്താൻ കൂടിയാണത്രേ ശ്രീകോവിലിന് മുന്നിൽ തന്നെ കുളം. ഭഗവാന്റെ ഉഗ്രഭാവത്താലാകാം ഒരിക്കൽ മാനികാവിന് ചുറ്റും കാട്ടുതീ പടർന്നു പിടിച്ചു അത്രേ. ആ സമയത്ത് എവിടെ നിന്നോ ഒരു കാട്ടരുവി ഒഴുകി വന്ന് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തുവെന്നും അങ്ങനെ കാട്ടുതീ അണഞ്ഞു എന്നും പിന്നീട് ആ അഭിഷേകം മുറിവില്ലാതെ ധാരയായി എന്നും സംഭവിക്കുന്നു എന്നുമാണ് പാരമ്പര്യമായി കേട്ടുവന്ന ചരിത്രം. കുറുമർ സമുദായത്തിൽപ്പെട്ട ആദിവാസി കാരണവരായ ഒരാൾ അദ്ദേഹത്തിന്റെ പശുക്കളെ മേയ്ക്കാൻ എപ്പോഴും ഇന്നത്തെ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ സ്ഥിരമായി ഒരു അമ്മ പശുവിനെ രാവിലെ തൊട്ട് കാണില്ല. അതെന്താണെന്നും ഈ അമ്മ പശു എങ്ങോട്ടാണ് പോകുന്നത് എന്നും നോക്കിയപ്പോൾ ആ പശു സ്വയംഭൂവായ ശിവലിംഗത്തിലേക്ക് പാൽ ചുരത്തുന്നത് കണ്ടു അത്രേ. അങ്ങനെയാണ് ആ ശിവലിംഗം സംരക്ഷിക്കപ്പെടാൻ തുടങ്ങിയതും കാലാന്തരത്തിൽ മാനികാവ് ക്ഷേത്രമായി മാറിയതും. ഇന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 17 ആദിവാസി ഊരുകൾ ചുറ്റുമായുണ്ട്. കുറുമ സമുദായത്തിന് ക്ഷേത്രത്തിൽ അത്രയേറെ പ്രാധാന്യമുണ്ട്. ക്ഷേത്ര ചൈതന്യത്തെ കണ്ടെത്തിയവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടവർക്കാണല്ലോ ഏറ്റവും പ്രാധാന്യം വേണ്ടതും. ക്ഷേത്രം ഊരാൻമ കൂത്താളി സ്വരൂപക്കാരായ നായന്മാർക്കായിരുന്നു ആദ്യം. പിന്നീട് അവരെല്ലാവരും വയനാട് വിട്ടുപോയതോടെ കുപ്പത്തോട് നായർ തറവാടിനായി ഭരണ ചുമതല. ക്രമേണ ഭരണം
സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ വയനാട്ടിലെ പുളിഞ്ഞാലിൽ കക്കോട്ര എന്ന കുറിച്യർപുരയുടെ ഉത്സവത്തിന് പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. കുറിച്യരുടെ ആചാരങ്ങളും ജീവിത രീതികളും ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊന്നാണ് വയനാട് എന്ന വയലും കുന്നും കാടും പുഴയും ഒക്കെ ചേർന്ന ആ പ്രദേശം. കുറേ കാടുകളും കൃഷികളും മലകളും ഒക്കെ ചേർന്ന നല്ല തണുപ്പൊക്കെയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ്. അതുമാത്രമായിരുന്നു വയനാടിനെ കുറിച്ചുള്ള എന്റെ ധാരണ. എന്നാൽ ആ ധാരണ കുറിച്യരെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴേ തകർന്നു കഴിഞ്ഞു. കാടുവാണിരുന്ന കുറിച്യരും നാടുവാണിരുന്ന നായരുമൊക്കെ ഒന്നിച്ചു ചേർന്ന ഒരു വലിയ സംസ്കാരം ഉണ്ടായിരുന്നുവെന്നും പൂർണ്ണമായും ഇല്ലെങ്കിലും അതിൽ പലതും ഇന്നും കൊണ്ടു നടക്കുന്നുണ്ട് എന്നതുമൊക്കെ സന്തോഷവും അത്ഭുതവും നൽകുന്ന കാര്യങ്ങളായിരുന്നു. വയനാട്ടിലെ ഒട്ടുമിക്ക തറവാടുകളിലും ക്ഷേത്രങ്ങളിലും കുറിച്യനും കുറുമനുമൊന്നുമില്ലാതെ ഒരു ചടങ്ങ് പോലും നടത്താൻ പാടില്ല എന്നതാണ് വസ്തുത. വയനാട്ടിലെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ വളരെ വിശേഷപ്പെട്ടവയാണ്. എല്ലാം പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നതും പ്രകൃതിയെ സംരക്ഷിക്കുന്നതുമാണ്. കുടുംബക്ഷേത്രങ്ങളും സങ്കല്പങ്ങളും കൂടാതെ തന്നെ 320ഓളം ക്ഷേത്രങ്ങളുണ്ട് വയനാട്ടിൽ. ശ്രീ കൊട്ടിയൂർ പെരുമാൾ ക്ഷേത്രവും വയനാടിന്റെ ഭാഗമാണ്. ഇന്നത് കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ് എങ്കിലും കൊട്ടിയൂർ പെരുമാൾ വയനാടുമായി അത്ര കണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. മാനികാവ് കാട്ടിനുള്ളിലുള്ള ഒരു ദൈവ ചൈതന്യമാണ്. പ്രകൃതിയുടെ അനുഗ്രഹം എന്ന പോലെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്ന കാലമത്രയും നമ്മളെയും പ്രകൃതി സംരക്ഷിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ മകുടോദാഹരണമാണ് മാനികാവ്. ഒരുപക്ഷെ ഇന്നു കാണുന്ന തരത്തിലുള്ള ഒന്നും പണ്ടുകാലത്തുണ്ടായിരുന്നില്ല. പഴയ ഫോട്ടോസും വീഡിയോസുമൊക്കെ കണ്ട എനിക്ക് ഇന്നത്തെ വികസനം കണ്ടപ്പോൾ അല്പം സങ്കടം തോന്നി. അത്രയും കുളിർമ തോന്നേണ്ട ആ സ്ഥലത്ത് അല്പം ഉഷ്ണം എനിക്ക് തോന്നി. നിലത്ത് കല്ലുപാകിയതും അതുപോലുള്ള പണികളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഒന്നുകൂടെ ഭക്തിയും ശാന്തതയും അനുഭവിച്ചേനെ. അവിടെ നിറയെ കുരങ്ങന്മാർ ഉണ്ടായിരുന്ന അവിടെ ഞാൻ പോയപ്പോ ഒരു കുരങ്ങനെ പോലും കണ്ടില്ല എന്നതും ഒരു നല്ല ലക്ഷണമായി എനിക്ക് തോന്നിയില്ല. ശാന്തത ഇഷ്ടപ്പെടുന്ന ഈ പ്രദേശത്ത് പുതിയ രീതിയിലുള്ള വികസനം നടക്കുമ്പോൾ ബഹളങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇത്രയൊന്നുമില്ലാതെ ഭഗവാൻ പരമേശ്വരൻ ആ കാടിന്റെ നടുക്ക് തന്നെ ഇരുന്ന് ധ്യാനിക്കുകയായിരുന്നുവെങ്കിൽ എന്ത് രസമാകുമായിരുന്നു. എനിക്കും എന്നെ പോലെയുള്ളവർക്കും സ്വയംഭൂവായ ആ ശിവലിംഗത്തിന്റെയും ശിവലിംഗത്തിന് ധാരയായി വരുന്ന ആ ഗംഗാപ്രവാഹത്തിന്റെയും ഒന്നുകൂടെ അടുത്തുപോയി തൊഴാമായിരുന്നു. ശാന്തമായിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാമായിരുന്നു. ഭക്തർ കൂടുമ്പോൾ നിയന്ത്രണങ്ങളും അല്പമൊക്കെ വികസനവും അനിവാര്യമായിരിക്കാം. എന്നെപ്പോലെ വന്നുപോകുന്നവർക്കല്ല, നിത്യം പെരുമാറുന്നവർക്കല്ലേ അതിന്റെ ആവശ്യകത മനസ്സിലാവുകയുള്ളൂ. എന്തുതന്നെ ആയാലും ക്ഷേത്ര ഭരണാധികാരികളും പഞ്ചായത്തുമൊക്കെ കാവിനെയും കാവിലെ മരങ്ങളെയും ഔഷധ സസ്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടതിൽ വളരെ സന്തോഷം. മാനിപ്പുല്ല് നിറയെ ഉള്ളതുകൊണ്ടോ മാനുകൾ നിറയെ വസിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടോ മഹാമുനിമാർ തപസ്സനുഷ്ഠിച്ച സ്ഥലമായതുകൊണ്ടോ മഹാമുനികളിൽ മഹാമുനിയായ മഹാദേവൻ ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമായതുകൊണ്ടോ മഹാദേവൻ ഗംഗാസമേതം പ്രത്യക്ഷപ്പെട്ട പുണ്യസ്ഥലമായതുകൊണ്ടോ അറിയില്ല, ഇന്നും മാനികാവ് ഒരു പവിത്രമായ പുണ്യസ്ഥലമാണ്. കേദാർനാഥ ക്ഷേത്രം പോലെയും അമർനാഥ് ഗുഹാക്ഷേത്രം പോലെയുമൊക്കെ പ്രൗഢിയുള്ള ക്ഷേത്രമാണ് ശ്രീ മാനികാവ് ക്ഷേത്രവും. ആ മഹാക്ഷേത്രങ്ങൾ പോലെ തന്നെ പ്രതാപവും പ്രശസ്തിയും മാനികാവിനും ഉണ്ടാകും ഉറപ്പ്. അടിയങ്ങൾ അവിടുത്തെ പാദസേവ ചെയ്തിടുവാൻ കൊതിക്കുന്നു മാനികാവിലമരും ദേവ, മഹാദേവ, മഹാശൗരേ, മഹാശംഭോ, മഹാഗൗരി, മാനികാവിലമരുന്ന ദേവദേവ. അടിയങ്ങൾ അവിടുത്തെ പാദസേവ ചെയ്തിടുവാൻ കൊതിക്കുന്നു മാനികാവിൽ അമരും ദേവ, മഹാദേവ, മഹാശൗരേ, മഹാശംഭോ, മഹാഗൗരി, മാനികാവിൽ അമരുന്ന ദേവദേവ തൊഴുന്നേ, മാനികാവിൽ അമരുന്ന ദേവദേവ തൊഴുന്നേ.